എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് ടൈപ്സിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഒത്തിരി ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എത്ര തരത്തിലുള്ള ഫോറസ്റ്റുകൾ ഉണ്ടാവും? അതും അതിനേക്കാളും ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്രയൊന്നും പഠിക്കുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ വേൾഡ്സ് ഫോറസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഹാബിറ്റാറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ലോകത്തിൽ എന്തോരം ഫോറസ്റ്റ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഫോറസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് UPSC ആസ്പിരൻറ്റിന് എപ്പോഴും നല്ലതാണ്. ഇതാണ് ഗ്ലോബൽ ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണുന്നത്. അതിലൊന്ന് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്സ് റീജിയനിൽ കാണുന്നത്. ട്രോപ്പിക്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വേറ്റർ ഉണ്ട് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഉണ്ട്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക്സിൽ കാണുന്ന കുറച്ചുകൂടി ഹ്യൂമിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വാമർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ കാണുന്ന ഫോറസ്റ്റുകളെയാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് വിളിക്കുന്നത്? ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ ട്രോപ്പിക്സിന് പുറത്ത് കാണുന്ന ഭൂവിഭാഗമാണ് ടെമ്പറേറ്റ് റീജിയൻസ്. ഈ ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്ന ഫോറസ്റ്റുകളെ നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റിൻ്റെ തന്നെ കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ട്രീസിൻ്റെ കൂടിയിട്ടുള്ള ഒരു വലിയൊരു അസോസിയേഷൻ കാണും. അതിന് നമ്മൾ ബോറിയൽ ഫോറസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. പ്രധാനമായിട്ട് 3 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ആണുള്ളത്. ഈ നമ്മൾ പറയുമെങ്കിലും ഈ ട്രോപ്പിക്സിൻ്റെ അകത്താണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും ചില ഭൂമിയുടെ ചില സ്ഥലങ്ങളിൽ അവിടെയുള്ള ഭൂമിയുടെ ജോഗ്രഫിയുടെ സവിശേഷതകൾ കൊണ്ട് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഈ ടെമ്പറേറ്റ് റീജിയൻസിലും ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളൊക്കെ കാണാം. അതുപോലെ ട്രോപ്പിക്കൽ റീജിയനിലും ടെമ്പറേറ്റ് ഫോറസ്റ്റുകളൊക്കെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെസ്റ്റേൺ ഗാഡ്സിൽ നമ്മൾ മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറഞ്ഞ കുറച്ചുകൂടി കോൾഡർ ആയിട്ടുള്ള ക്ലൈമറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ഈ സൃഷ്ടിച്ച ക്ലൈമറ്റിൽ കാണുന്ന ഫോറസ്റ്റുകൾ നമ്മളപ്പോൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പോസിബിൾ അല്ല എങ്കിൽ പോലും ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ടെമ്പറേറ്റ്, ട്രോപ്പിക്കൽ, അതുപോലെ ബോറിയൽ ഫോറസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണുന്നത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് ഈ ലൈറ്റർ ഗ്രീനിൽ കാണുന്ന ഈ ഫോറസ്റ്റുകൾ. നിങ്ങൾ നോക്കിയാൽ ഇത് ഏത് ഫോറസ്റ്റാണ്? മെയിനായിട്ട് സെൻട്രൽ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഭാഗങ്ങൾ, പ്രധാനമായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റൊക്കെ ഈ ഭാഗത്താണ് കാണുന്നത്. അതുപോലെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഈ സെൻട്രൽ പോർഷനിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഇതിനെയാണ് നമ്മൾ കോങ്കോ ബേസിൻ അല്ലെങ്കിൽ കോങ്കോ ഫോറസ്റ്റ് ഇൻ ആൻഡ് അറൗണ്ട് കോങ്കോ എന്ന് നമ്മൾ പറയും. കോങ്കോ റിവറാണ് ഈ ഭാഗത്തോട്ട് പോകുന്നത്. കോങ്കോ റിവറാണ് ഈ ഒരു എൻറ്റയർ ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു ഇതിന് കാരണം. അതുപോലെ ആമസോൺ റിവറാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇന്ത്യയിലും സൗത്ത് ഏഷ്യ ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ, ഇവിടെ മെയിനായിട്ട് ഇത് ഉണ്ടാവാൻ കാരണം ഇവിടെ പ്രധാനമായിട്ടുള്ള റിവർ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഈ ഒരു ഭാഗത്ത് മെക്കോങ് റിവറൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ കുറേ റിവർ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഐലൻഡ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഭാഗമാണുള്ളത്. അതുപോലെ കുറച്ചുകൂടി മേലേക്ക് ടെമ്പറേറ്റ് റീജിയൻസിൽ പോവുകയാണെങ്കിൽ സൗത്തിലാണെങ്കിലും നോർത്തിലാണെങ്കിലും 2 ഹെമിസ്ഫിയേഴ്സിലും കാണുന്ന ഫോറസ്റ്റുകളാണ് ഈ കാണുന്ന ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ. ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റ് USA കാനഡയിലും കാണുന്നുണ്ട്. അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗത്തുമുണ്ട്, ചൈനയുടെ പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്ട്രീം ക്ലൈമറ്റ് കാണുന്ന ഫോറസ്റ്റുകളാണ്. അതായത് കുറച്ചുകൂടി കോൾഡർ ടെമ്പറേച്ചറിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റുകൾ. അതിന് നമ്മൾ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയും. അലാസ്കൻ ഫോറസ്റ്റുകൾ, കനേഡിയൻ ഫോറസ്റ്റുകൾ, അതുപോലെ റഷ്യൻ ഫോറസ്റ്റുകൾ, സ്കാൻഡിനേവിയൻ ഫോറസ്റ്റുകൾ, ഇവയൊക്കെയും ബോറിയൽ ഫോറസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. പിന്നെയും മേലേക്ക് പോയി കഴിഞ്ഞാൽ പോളാർ റീജിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രീസ് ഇല്ല അവിടെ. ഈ കാണുന്നില്ലേ, ഈ ട്രീസിൻ്റെ ഒക്കെ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിന് ശേഷം എക്സ്ട്രീം ക്ലൈമറ്റ് കാരണം ട്രീസ് ഒന്നും അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ആ ഒരു ഭാഗത്തിന് ട്രീ ലൈൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ട്രീ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ പോലെ ട്രീസ് ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ട്രീസ് ഒന്നും ഉണ്ടാവില്ല. ആ ട്രീ ലൈൻ എന്ന് പറയും. ഈ ബോറിയൽ ഫോറസ്റ്റിൻ്റെ എക്സ്ട്രീം ലാറ്റിറ്റ്യൂഡ്സിലുള്ള ഒരു പ്രത്യേകതയാണ് ട്രീ ലൈൻ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ അറിയാം. ഈ പറയുന്ന പോലെ ഇതിൻ്റെ ലൊക്കേഷൻ ഇക്വറ്റോറിയൽ റീജിയൻസ് അറൗണ്ട് ദ വേൾഡ്. ഇക്വറ്റോറിയൽ റീജിയൻസിൻ്റെ 2 നോർത്തിലും സൗത്തിലുമായിട്ടാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ കാണുന്നത്.
പ്രധാനമായിട്ടും ആമസോൺ റെയിൻ ഫോറസ്റ്റ്, കോങ്കോ ബേസിൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ്. ഇവിടെയൊക്കെയാണ്. ഇത്രയും ഇക്വറ്റോറിയൽ റീജിയൻ ആയതുകൊണ്ട് ഹെവി റെയിൻഫോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും, വാം ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ഭാഗത്ത് കാണുന്ന റെയിൻ ഫോറസ്റ്റുകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവിടെയുള്ള ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താ? നേരത്തെ പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അബണ്ടന്റ് റെയിൻഫോൾ ആവും, അതായത് 2000 സെൻറ്റിമീറ്റേഴ്സ് അല്ലെ 2000 മില്ലിമീറ്റേഴ്സ് ഒക്കെ ആണ് ഇതിൻ്റെ ഇയർ വൈസ് ആയിട്ടുള്ള റെയിൻഫോൾ ഡാറ്റ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ, ചില റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ ഒരു വർഷം 10,000-ലധികം മഴ ലഭിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഹെവി റെയിൻഫോൾ ആണ് ആ ഒരു ഭാഗത്തുണ്ടാകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കേസ് പറയുകയാണെങ്കിൽ റിച്ചസ്റ്റ് ബയോഡൈവേഴ്സ് ഏരിയാസ് ആണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഇന്നുള്ള ജീവികളുടെ 50% കാണുന്നത് ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ നിന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ വേറെ കുറച്ച് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് 20% ഓഫ് എർത്ത് ഓക്സിജൻ. ലോകത്തിലുള്ള ഓക്സിജൻ പ്രൊഡക്ഷൻ്റെ നമുക്കറിയാം, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ 21% ഓക്സിജൻ ആണ്. ഈ 21% ഓക്സിജൻ്റെ 20%, അതായത് 4% ഏകദേശം വരും. ഈ 4% ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് മാത്രമാണ്. അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയധികം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിങ്ക് കൂടിയാണിത്. അത്രയധികം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ സെക്വിസ്റ്റർ ചെയ്തിട്ട് കാർബൺ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യാനും ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾക്ക് പറ്റും. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഫങ്ഷൻ വഹിക്കുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? എന്താണ് ഇവിടുത്തെ റെയിൻഫോളിനെയും അതുപോലെ ഇവിടുത്തെ വെജിറ്റേഷനെ കീപ്പ് ചെയ്യുന്നത്? പ്രധാനമായിട്ടുള്ള റിവേഴ്സാണ്. ആമസോൺ റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഫ്രഷ് വാട്ടർ, കടലിലേക്ക് പോകുന്ന ഫ്രഷ് വാട്ടറിന് 20% ആമസോണിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആമസോൺ റിവർ, കോങ്കോ റിവർ ആഫ്രിക്കയിൽ, മെക്കോങ് റിവർ എന്ന് പറഞ്ഞാൽ മ്യാൻമർ, കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ് ഈ ഭാഗത്തോട് ഒഴുകുന്ന നദിയാണ്. മെക്കോങ് റിവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാഡി എന്നാണ് പറയുന്നത്. അപ്പോൾ മെക്കോങ് റിവർ, കോങ്കോ റിവർ, ആമസോൺ റിവർ, ഇവരൊക്കെയും ഈ റിവേഴ്സ് ഒക്കെയും അവിടെയുള്ള റെയിൻ ഫോറസ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് നറിഷ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെയുള്ള ഒരു പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ്. എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൽ അല്ലെങ്കിൽ പുറത്ത് എന്നർത്ഥം, ഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് എന്നർത്ഥം. അതായത് ചില പ്ലാന്റ്സിൻ്റെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും, ചില ട്രീസിൻ്റെ ഒക്കെ ട്രങ്കിൽ ഈ ട്രീസിനെ ഹോസ്റ്റായിട്ട് വെച്ചുകൊണ്ട്, ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെൽട്ടറായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ, ഷെൽട്ടറായിട്ട് വെച്ചുകൊണ്ട് ചില പ്ലാന്റ്സ് അതിൽ പറ്റിപ്പിടിച്ച് വളരും. അവർക്ക് സോയിൽ സബ്സ്ട്രേറ്റിൽ വളരാനുള്ള ടെൻഡൻസി അല്ല, പകരം ഇങ്ങനത്തുള്ള ബാർക്കുകളിലാണ് അവർ പറ്റിപ്പിടിച്ച് വളരുക. പക്ഷേ ബാർക്കുകളിൽ പറ്റിപ്പിടിച്ച് വളരുമെങ്കിലും പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളല്ല അത്. ആ ട്രീസിനെ യാതൊരു തരത്തിൽ ഹാം ചെയ്യാണ്ട് ആ ട്രീസിന് ഒരു ഷെൽട്ടറായിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ്സ് ജീവിക്കുന്നത്. ഇതിന് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയും. നിങ്ങൾ നമ്മുടെ വെസ്റ്റേൺ ഘാട്സിലുള്ള ഫോറസ്റ്റുകളിൽ തന്നെ പോയാൽ മനസ്സിലാവും, ധാരാളം കുഞ്ഞു പ്ലാന്റ്സുകൾ ഈ എപ്പിഫൈറ്റ്സ് ആയിട്ട് നമ്മുടെ ട്രീസിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് നമ്മൾ ഓർക്കിഡ് വിഭാഗത്തിൽ വരുന്ന ഒത്തിരി പ്ലാന്റുകൾ ഇങ്ങനെ എപ്പിഫൈറ്റ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു മെക്കാനിസത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ്റെ പേര് കമൻസാലിസ് എന്നാണ്. അതായത് ഒരു ട്രീസിനെ ഷെൽട്ടറായിട്ട് വെക്കുമ്പോൾ ആ കുഞ്ഞു പ്ലാന്റിന് ഷെൽട്ടറായിട്ടുള്ള ഒരു ഫങ്ഷനാണ് ആ മെയിൻ ട്രീ കൊടുക്കുന്നത്. നേരെ മറിച്ച് ആ മെയിൻ ട്രീക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? മെയിൻ ട്രീക്ക് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. സോ എപ്പിഫൈറ്റ്സ് ആർ എൻ എക്സാമ്പിൾ ഓഫ് കമൻസാലിസം. അതുപോലെ ലോകത്തിലുള്ള പ്രധാനമായിട്ടുള്ള മേജർ ക്രോപ്പുകളായിട്ടുള്ള കോഫി, കൊക്കോ, പാം, റബ്ബർ ഇവയൊക്കെയും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ട്രോപ്പിക്സിലാണ്. അതുപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ചെയ്യുന്ന വലിയൊരു പ്രത്യേകതയാണ് ക്ലൈമറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു എൻവയോൺമെന്റൽ പ്രോസസ്സ് ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മഴയുടെ കേസ് പറയുകയാണെങ്കിൽ കടലിൽ നിന്ന് സൂര്യതാപം കൊണ്ട് ബാഷ്പീകരിച്ച് മഴയായിട്ട് ആ മഴ എന്താവും, വീണ്ടും ഭൂമിയിലേക്ക് പെയ്തത് വീണ്ടും സീസണിനെ നറിഷ് ചെയ്യും.
ഇത് വീണ്ടും ഒരു സൈക്കിളായിട്ട് വരട്ടെ. ഇത് നമ്മളെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. ഇത് ഒരു ഫീഡ്ബാക്ക് മെക്കാനിസമാണ്, ക്ലൈമറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ഈ റെയിൻ ഫോറസ്റ്റേഴ്സ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൻ ഫോറസ്റ്റേഴ്സ് ഒത്തിരി മഴ ഉണ്ടാക്കും, ഒത്തിരി ക്ലൈമറ്റിക് ആയിട്ടുള്ള റെഗുലേഷൻസ് നടത്തും. എന്നിട്ട് ഈ റെഗുലേഷൻസ് ഒക്കെ ആരെ ബെനിഫിറ്റ് ചെയ്യും? ഇവൻച്വലി ഈ ഫോറസ്റ്റിന് തന്നെ ബെനിഫിറ്റ് ചെയ്യും. ഇതൊരു സൈക്കിളായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അത് റെയിൻ ഫോറസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ എപ്പിഫൈറ്റ്സിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള എപ്പിഫൈറ്റ്സിന്റെ ഒരു ഫോട്ടോ നമ്മൾ കോഴിക്കോട് ഫോറസ്റ്റിൽ നിന്നാണ് ഇത് പകർത്തിയത്. ധാരാളം ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഗാർലാൻഡ് ആയിട്ട് കിടക്കും ഈ മരങ്ങളൊക്കെ. നല്ല രസമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതൊരു ഓർക്കിഡാണ്. ഓർക്കിഡ് ഈ കാണുന്നൊക്കെ ബാക്കിയുള്ള എപ്പിഫൈറ്റ്സ് ആണ്. മോസസ്, ഇതൊക്കെ എപ്പിഫൈറ്റ്സ് ആണ്. മോസസ് ആയിട്ടുള്ളുണ്ട്, എവർഗ്രീൻ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളുണ്ട്. സോ ഇതൊക്കെ എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വരുന്ന ട്രീസ് ആണ്. നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന ട്രീസ് ആണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകൾ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവർഗ്രീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളാണ്. ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ അവിടെയുള്ള ട്രീസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരു സീസണിൽ ലീഫ് മൊത്തം ഷെഡ് ചെയ്യും. ലീഫ് മൊത്തം ഷെഡ് ചെയ്തിട്ട് ഡെസിഡ്യൂസ് ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കും. നമ്മൾ കാനഡയിലുള്ള ഫോറസ്റ്റിനൊക്കെ ചിലപ്പോൾ പടങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ആയിട്ടും നമ്മളെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും അത്. ആ വൈബ്രൻസി ഉള്ളത് ഒരു പ്രത്യേക സീസണിലാണ്. സീസണിൽ ഇല പൊഴിയാൻ ആവുന്ന സമയത്തിന് തൊട്ട് മുന്നേറ്റ് ഈ ഇലകളൊക്കെ പഴുക്കും. ഈ പഴുക്കുന്ന സമയത്ത് പല ഇലകൾക്ക് പല കളറായിരിക്കും. ചുവന്ന ഇലകളുണ്ടാവും, ഓറഞ്ചിഷ് ആയിട്ടുള്ള, യെല്ലോയിഷ് ആയിട്ടുള്ള, പല ഷെയ്ഡ്സ് ആയിട്ടുള്ള ഇലകൾ ആ ഫോറസ്റ്റിന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ്സിലായിട്ടുള്ള നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ പോർഷൻ, വെസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ ഏഷ്യ, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ കാണുന്നത്. ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ 4 ഡിസ്റ്റിങ്ക്റ്റ് സീസൺ, നമ്മളീ പറയുമല്ലോ വിൻ്റർ, സമ്മർ, സ്പ്രിങ്, ഓട്ടം, 4 ഡിസ്റ്റിങ്ക്റ്റ് സീസൺ കാണുന്ന സ്ഥലങ്ങളാണ് ഈ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, 0 to 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. വാർമർ ആയിരിക്കില്ല, കുറച്ചുകൂടി മോഡറേറ്റ് ആയിരിക്കും. റെയിൻഫോളും ഇച്ചിരി കൂടി മോഡറേറ്റ് ആയിരിക്കും, 750 to 1500 millimeter. ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ റെയിൻ ഫോറസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോഡറേറ്റ് ബയോഡൈവേഴ്സിറ്റി മാത്രമാണ്. പക്ഷേ ഡൈവേഴ്സ് സ്പീഷീസ് ഓഫ് ഓക്ക്, മേപ്പിൾ ആൻഡ് ബീച്ച്, ഈ ജിംനോസ്പം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞ പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന ട്രീസ് ധാരാളമായിട്ട് കാണും. പ്രധാനമായിട്ട് ഓക്ക്, അതുപോലെ പൈൻ മരങ്ങൾ, മേപ്പിൾ മരങ്ങൾ. മേപ്പിൾ മരങ്ങൾ നിങ്ങൾക്കറിയാം, കാനഡയുടെ ഫ്ലാഗിൽ കാണുന്ന ലീഫാണ് മേപ്പിൾ എന്ന് പറയുന്നത്. സോ മേപ്പിൾ മരങ്ങൾ, ബീച്ച് മരങ്ങളൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഫോറസ്റ്റ് വിഭാഗമാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഈ ഒരു ഗ്രീനർ പോർഷനിൽ കാണുന്ന ഒരു ലൈറ്റർ ഗ്രീൻ, ഈ ഒരു പോർഷനിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള കാടുകളാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ USA ഒക്കെ ഒരു ഈസ്റ്റേൺ പാർട്ടിലേക്കും, അതുപോലെ യൂറോപ്യൻ റീജിയൻസിൽ, അതുപോലെ ഈസ്റ്റേൺ ഏഷ്യയുടെ ഭാഗത്തായിട്ടാണ് ഇവർ പ്രധാനമായിട്ടും കാണുന്നത്. സോ ഇതാണ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ. ഓറഞ്ച് ഷെയ്ഡ്സ്, റെഡ് ഷെയ്ഡ്സ്, ഗ്രീനിൻ്റെ ഷെയ്ഡുകൾ, യെല്ലോ ഷെയ്ഡ്സ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിരിക്കും ഇത് കാണുക. അത് ഇല പൊഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. ഇലകളൊക്കെ പഴുക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗം. അല്ലാത്ത സമയത്തൊക്കെ ഈ ലീഫൊക്കെ റിന്യൂ ചെയ്തുള്ള സ്റ്റേജ് കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. അടുത്ത ഫോറസ്റ്റ് ആണ് മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, ബോറിയൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ടൈഗ ഫോറസ്റ്റ് എന്ന് ഇതിന് പറയും. ഈ ബോറിയൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ, പോൾസിനോട് എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് എക്സ്ട്രീം വെതർ ഇവൻസിൽ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാറ്റസിൽ ആ സമയത്ത് അവിടെയുള്ള ട്രീസ് കുറച്ചുകൂടി കോണിഫേഴ്സ് ആയിരിക്കും. കോണിഫേഴ്സ് എന്ന് പറയും, നീഡിൽ ലീഫുള്ള ഷേപ്സ് ഫോറസ്റ്റ് ആയിരിക്കും, ട്രീസ് ആയിരിക്കും. ആ ട്രീസിൻ്റെയൊക്കെ ഒരു ഒരു ഫോം എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ പറയുന്ന പോലെ ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും. ഈ കോണിക്കൽ ഷേപ്പ് ആവാൻ കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ഫ്രോസ്റ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും, അതുപോലെ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കോണിക്കലായിട്ടുള്ള ഷേപ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ക്രിസ്റ്റലൈസ് ചെയ്യിക്കുന്ന ഐസിന് പെട്ടെന്ന് തന്നെ
താഴേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അവിടെ കുറച്ചുകൂടി സ്ലാൻഡിങ് ആയിട്ടല്ലേ ഇരിക്കുക, കുറച്ചുകൂടി സ്ലോപ്പ് ആയിട്ടുണ്ടാവില്ല ഇരിക്കുക. നേരെ കുറച്ച് ബ്രോഡ് ലീവ്ഡ് ആയിട്ടുള്ള ട്രീസിന് ഈ പിന്നെ ഫ്രോസ്റ്റിന് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഐസിന് താഴേക്ക് കളയാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. സോ ഈ കോണിഫേഴ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ കാനഡ, റഷ്യ, സ്കാൻഡിനേവിയ പോലുള്ള കൺട്രീസിലൊക്കെയാണ് ഇവർ കാണുന്നത്. അതുപോലെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ലോങ് കോൾഡ് വിന്റേഴ്സ് ആൻഡ് ഷോർട്ട് കൂൾ സമ്മേഴ്സ് ആയിരിക്കും. സമ്മേഴ്സൊക്കെ സമ്മർ എന്ന് പറയുമെങ്കിലും കുറച്ചുകൂടി പിന്നെ റിലേറ്റീവ്ലി വാമർ ആയിരിക്കും, പക്ഷേ അത്ര അങ്ങ് വാമർ ആയിരിക്കില്ല. ടെമ്പറേച്ചേഴ്സ് റേഞ്ചസ് ഫ്രം -5 to 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത്രയും കൂടിയാൽ തന്നെ ഒരു 15-18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അവിടെ വരുള്ളൂ. ലോ പ്രസിപ്പിറ്റേഷൻ ആയിരിക്കും. പക്ഷേ പ്രസിപ്പിറ്റേഷൻ മെയിൻലി എന്താ ഫോം ആയിരിക്കും? സ്നോഫോൾ എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. ബയോഡൈവേഴ്സിറ്റി ഭയങ്കര കുറവായിരിക്കും, ലോ ബയോഡൈവേഴ്സിറ്റി. കോണിഫറസ് ട്രീസിൻ്റെ ഒരു അസംബ്ലേജ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. മെയിനായിട്ട് കാണുന്ന മരങ്ങൾ ഫിർ, സ്പ്രൂസ്, പൈൻ. ഫിറിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിർ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈൻ മരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈൻ മരങ്ങൾ കാണും. പക്ഷേ ഈ പൈൻ മരങ്ങളൊക്കെ ഊട്ടിയിൽ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. ഊട്ടിയിൽ സ്വാഭാവികമായിട്ട് കാണുന്നില്ല. അവിടുത്തെ തണുപ്പിൽ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് അവിടെ വളരുന്നേ ഉള്ളൂ. സോ സ്പ്രൂസ്, ഫിർ ആൻഡ് പൈൻ. കോണിഫറസ് ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബൊറിയൽ ഫോറസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അലാസ്കൻ, കനേഡിയൻ വനങ്ങൾ, പിന്നെ ബൊറിയൽ ഫോറസ്റ്റുകളാണ്. അതുപോലെ സ്കാൻഡിനേവിയ ഈ ഒരു ഭാഗം, റഷ്യയുടെ ഭാഗം, സൈബീരിയയുടെ ഭാഗം, ഇവിടെയൊക്കെ കാണുന്ന എക്സ്ട്രീം കോൾഡ് ഇവൻറ്റ്സ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോറസ്റ്റുകളെയാണ് നമ്മൾ ബൊറിയൽ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. കമ്മിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ്, they are characterized by low productivity. അവരുടെ പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ഷൻ ബൈ യൂണിറ്റ് ഏരിയ ഭയങ്കര കുറവായിരിക്കും. മെയിൻലി ഡ്യൂ ടു ഹാർഷ് വെതർ, പുവർ സോയിൽ വിച്ച് ഈസ് കോൾഡ് പോഡ് സോൾസ്. അവിടെ കാണുന്ന സോയിൽസിൻ്റെ പ്രത്യേകത അവർ പോഡ് സോൾ എന്നാണ് പറയാം ആ സോയിലിനെ. അതിൻ്റെ പ്രത്യേകത ഭയങ്കര തിൻ ഹൊറൈസൺ ആയിരിക്കും. തിൻ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ സോയിൽ ഡെപ്ത് ഭയങ്കര കുറവായിരിക്കും, പുവർലി ഡ്രെയിൻഡ് ആയിരിക്കും, സോയിൽ ഡെപ്ത് കുറവായിരിക്കും, അസിഡിക് നേച്ചർ ഉള്ളതായിരിക്കും, അവിടെ ഡീകമ്പോസിഷനൊക്കെ ഭയങ്കര കുറവായിരിക്കും. സോ ഈ വെജിറ്റേഷനൊക്കെ എവർഗ്രീൻ ആയിരിക്കും എങ്കിൽ പോലും അവിടെയുള്ള ലീഫ് ഷെഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും. ട്രീസ് വല്ലപ്പോഴേ ലീഫ് ഷെഡ് ചെയ്യുള്ളൂ. ഷെഡ് ചെയ്യുമ്പോൾ തന്നെയും പിന്നെ അവിടെ ഡീകമ്പോസിഷൻ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. ഓക്ക്, എൽം, ആഷ്, ബേർച്ച്, ബീച്ച്, പോപ്ലാർ ഇവയൊക്കെയാണ് മെയിനായിട്ട് കാണുന്ന നമ്മുടെ ട്രീസ്. അതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ്. ഒരു പിന്നെ ജീനസിൻ്റെ അകത്ത് തന്നെ പല ട്രീസ് ഉണ്ടാവും, പക്ഷെ കാണാൻ ഏകദേശം എല്ലാം ഒരുപോലെ ആയിരിക്കും ഉണ്ടാവും. ഒരു കോണിക്കൽ ഷേപ്പും ഒരു ക്രിസ്മസ് ട്രീ അപ്പിയറൻസ് ഒക്കെ എല്ലാത്തിനും ഉണ്ടാവും. സോ ഇതാണ് വിന്റർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീം വിന്റർ ഇവൻറ്റ്സിലൊക്കെ കോണിഫേഴ്സ് ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോർമലി ബ്രോഡ് ലീവ്സിനൊന്നും ഇത്രയും എക്സ്ട്രീം കോൾഡ് ഇവൻറ്റ്സും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർ ഫ്രീസ് ആയി പോകും, സെല്ല് ഫ്രീസ് ആയി പോകും, സെല്ലിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും മെറ്റബോളിസം ഒന്നും നടക്കില്ല. നേരെ മറിച്ച് കോണിഫേഴ്സ് അങ്ങനെയല്ല, കുറച്ചുകൂടി തിക്കറായിട്ടുള്ള സെൽ വാളും ഒക്കെയുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ ഇവർക്കുണ്ട്. ഇനി അത് മെയിനായിട്ട് 3 ഫോറസ്റ്റ് ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ അതർ ഫോറസ്റ്റ് ടൈപ്സ് നോക്കുകയാണെങ്കിൽ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. ഈ ടെമ്പറേറ്റിൽ ഡെസിഡസ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റുകളും കാണാറുണ്ട്. കാലിഫോർണിയയുടെ, അലാസ്കയുടെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാലിഫോർണിയ റെഡ് വുഡ് ട്രീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ കാലിഫോർണിയയുടെ ഒക്കെ ഭാഗത്താണ് വരുന്നത്. കാലിഫോർണിയ, അലാസ്ക, കോണിഫറസ് ട്രീസ് വിത്ത് എപ്പിഫൈറ്റ്സ്. അവിടെ ഈ റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പിഫൈറ്റ്സ് കാണും. അതായത് ഈ ട്രീസിൻ്റെ ട്രങ്കിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളെയാണ് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഡെസിഡസ് ട്രീസ് ടെമ്പറേറ്റിൽ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ഡെസിഡസ് ഫോറസ്റ്റ് കാണും. സബ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റുകൾ മെയിനായിട്ട് കാണുന്നത് ഈസ്റ്റേൺ ചൈന, സൗത്ത് ഈസ്റ്റ് USA ഈ ഭാഗങ്ങളിലൊക്കെയാണ്. അവർ എവർഗ്രീനും ഡെസിഡസ് ആയിട്ടുള്ള ട്രീസ് അവിടെ മിക്സ് ആയിട്ട് കാണും. അതേപോലെ നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് മാത്രമാണോ ഉള്ളത്? ഇല്ല. നമ്മൾ ഇന്ത്യയുടെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞു സെമി എവർഗ്രീൻ ഉണ്ട്, ട്രോപ്പിക്കലിൽ തന്നെ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന വേരിയേഷൻസ് ആണ്. അപ്പോൾ എക്സാക്ട്ലി ഈ ഒരു ഫോറസ്റ്റിന് പുറമെ തന്നെ റീജിയണൽ വേരിയേഷൻസും ഈ ഫോറസ്റ്റിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഫോറസ്റ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത്, ലോകത്തിലുള്ള ഫോറസ്റ്റുകളെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു ടൈപ്സ് ഓഫ് ഫോറസ്റ്റാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ കോസ്റ്റൽ റീജിയൻസിൽ കാണുന്ന മെയിനായിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്സാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കോസ്റ്റൽ റീജിയൻസിലൊക്കെ സോൾട്ട് അല്ലെങ്കിൽ ബ്രാക്കിഷ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലാണ് ഇവർ കാണുക. അവരെന്തുകൊണ്ടാണ് മാംഗ്രൂവ് എന്ന് പറയുന്നത് വെച്ചാൽ ആ ടൈപ്സ് ഓഫ് ഫോറസ്റ്റിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മളതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
മാംഗ്രൂവ് ഫോറസ്റ്റ് എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് മാംഗ്രൂവ് ഫോറസ്റ്റ് ആ കോസ്റ്റൽ എക്കോസിസ്റ്റം ഫൗണ്ട് ഇൻ ഇന്റർടൈഡൽ സോൺസ് ഓഫ് ട്രോപ്പിക്കൽ ആൻഡ് സബ്ട്രോപ്പിക്കൽ റീജിയൻസ് where salt tolerant trees and shrubs thrive in brackish or saline waters. അതായത് ലോകത്തിലെ ട്രോപ്പിക്സിലും സബ് ട്രോപ്പിക്സിലുള്ള ഇന്റർടൈഡൽ സോൺസിൽ കാണുന്ന സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളെ അല്ലെങ്കിൽ ഷ്രബുകളെയാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കോസ്റ്റൽ റീജിയൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീരപ്രദേശത്ത് എല്ലായിടത്തും മാംഗ്രൂവ്സ് ഇല്ല. നേരെ മറിച്ച് തീരപ്രദേശത്ത് നിന്ന് അകത്തേക്ക് കയറിയിട്ടുള്ള ഇന്റർടൈഡൽ സോൺസ്, അതായത് നമ്മുടെ ടൈഡ്സ് കയറി വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എസ്റ്റുറീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ അഴിമുഖങ്ങൾ, അതായത് റിവേഴ്സ്, പിന്നെ എന്താണ് സീസിനെ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, കുറച്ചുകൂടി കായൽ പ്രദേശങ്ങൾ, ഇതിനൊക്കെയാണ് ഇന്റർടൈഡൽ സോൺസ് എന്ന് പറയുന്നത്. ഡെൽറ്റൈക് റീജിയൻസ്, ഈ ഭാഗങ്ങളിൽ കാണുന്ന പ്രത്യേക തരത്തിലുള്ള സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റുകളെയാണ് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. എസ്റ്റുറീസ്, ടൈഡൽ റിവേഴ്സ്, ഷോ ലൈൻസ്, ഇവിടെയൊക്കെയാണ് ഇവർ കാണുന്നത്. സോ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ട്രോപ്പിക്സ് ആൻഡ് സബ് ട്രോപ്പിക്സിലാണ് ഇവർ കാണുക. ട്രോപ്പിക്സ് ആൻഡ് സബ് ട്രോപ്പിക്സ് ടെമ്പറേറ്റ് റീജിയൻസിലൊക്കെ പോവുമെങ്കിലും അവിടെ ഈ കോസ്റ്റൽ റീജിയൻസിൽ കുറച്ചുകൂടി വാമർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മാംഗ്രൂവ്സ് ഒക്കെ കാണുള്ളൂ. ഇവർ പോളാർ റീജിയൻസിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന USA കാനഡയുടെ പോർഷനിലേക്ക്, അവിടെ ഈ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള മാംഗ്രൂവ് ഡിസ്ട്രിബ്യൂഷനും ഇല്ല. അതെന്താണ് നമ്മൾ അടുത്ത വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കിയിരിക്കുക. അത് കണ്ടില്ലേ, ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളൊക്കെ ധാരാളമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവിടെ ഐലൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ധാരാളം ഇന്റർടൈഡൽ സോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മാംഗ്രൂവ്സ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത്. അഡാപ്റ്റേഷൻസ് ഇൻ മാംഗ്രൂവ്സ്, അപ്പോൾ അത്രയും ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജീവിക്കുന്ന സമയത്ത് അവർക്കുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് സക്യൂലൻ ലീവ്സ് ആൻഡ് സങ്കൻ സ്റ്റൊമാറ്റ. അവിടെ പിന്നെ ബ്രാക്കിഷ് വാട്ടറിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ലീവ്സ് ഒക്കെ കുറച്ചുകൂടി കട്ടിയുള്ള ലീവ്സ് ആയിരിക്കും. അതുപോലെ സ്റ്റൊമാറ്റൊക്കെ കുറച്ചുകൂടി ഈ ട്രാൻസ്പിറേഷൻ ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റൊക്കെ കുറച്ചുകൂടി പിന്നെ കുറച്ചുകൂടി പിറ്റിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ സങ്കൻ സ്റ്റൊമാറ്റ എന്ന് പറയും. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു ലീഫിൻ്റെ ഒക്കെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നല്ല കട്ടിയാണ്, സക്യൂലൻ ലീഫാണ്, നല്ല കട്ടിയുള്ള ലീവ്സ് ആണ് വരുന്നത്. അതുപോലെ അവർക്കുള്ള അടുത്തതാണ് സോൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻസ്. സോൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻസ് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ അടുത്ത് എപ്പോഴെങ്കിലും മാംഗ്രൂവ് ഫോറസ്റ്റിൽ എവിടെയെങ്കിലും പോകാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം. ചില സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സിൻ്റെ ലീവ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇത് ശരിക്കും ഉപ്പിൻ്റെ പരലുകളാണ്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ഈ മാംഗ്രൂവ്സിന്റെ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ ഉപ്പിന്റെ, നമ്മൾ പൊടി ഉപ്പ് ഇങ്ങനെ വിതറിയ പോലെ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയായിട്ടാണ് അത് ഉണ്ടാവുക. നമുക്കത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് തന്നെയാണ്, പക്ക ഉപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. അത് ഒരു സോൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻഡ് നമ്മുടെ ലീവ്സിലൊക്കെ ഈ ട്രീസിൻ്റെ ഒക്കെ ലീവ്സിലുള്ളതുകൊണ്ടാണ്. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുമ്പോൾ ശുദ്ധജലം വെച്ചിട്ടാണ് അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുക. അപ്പോൾ ബാക്കി വന്ന് ഉപ്പ് എന്ത് ചെയ്യും, ഇവർ പോയി ലീഫിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോൾട്ട് സെക്രേഷൻ എന്ന് പറയുന്നത്. ഈ സോൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻഡുകൾ ചില മാംഗ്രൂവ്സിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻസ് ആണ്. എന്നാൽ ബാക്കിയുള്ള മാംഗ്രൂവ്സ് ആവട്ടെ സോൾട്ടിലാണ് ജീവിക്കുന്നെങ്കിൽ പോലും ഇവർക്ക് സോൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻഡ്സ് ഉണ്ടാവില്ല. പകരം അവർ റൂട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന സമയത്ത് ഫ്രഷ് വാട്ടറായിട്ട് ഓസ്മോസിസ് നടത്തിയിട്ട് ഫ്രഷ് വാട്ടറായിട്ട് തന്നെ എടുക്കും. ചില മാംഗ്രൂവ്സ് അങ്ങനെയാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇത് കണ്ടില്ലേ, ഇത് നേരത്തെ നമ്മൾ പിന്നെ കട്ടിയുള്ള ലീഫാണെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഇത് റൈസോഫോറ എന്നുള്ള സ്പീഷീസിൽ വരുന്ന ഒരു ട്രീ ആണ്. റൈസോഫോറ മ്യൂക്രണേറ്റ എന്ന് പറയും. സോ ഇതിൻ്റെ ലീഫിൻ്റെ ഒക്കെ കട്ടി കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടാണ് ഇവരുടെ ലീഫൊക്കെ ഇരിക്കുന്നത്. ഇനി അഡാപ്റ്റേഷൻസ് വരുമ്പോഴത്തേക്കും നേരത്തെ ലീഫിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമ്മൾ വരുന്നത് റൂട്ടിൻ്റെ കേസാണ്. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയും. നിങ്ങളിവിടെ കണ്ടോ, ഇത് നമ്മൾ സാധാരണ പിന്നെ ട്രീസിൽ കാണുന്ന പോലെയുള്ള ഒരു എന്താ പറയുക റൂട്ട് സ്ട്രക്ചർ അല്ല ഇതിനുള്ളത്. പകരം ട്രീസിൻ്റെ മെയിൻ ട്രങ്കിന് സൈഡിലേക്ക് വരുന്ന കുറേ റൂട്ടുകൾ കൂടി ഇതിനുണ്ട്. ഈ എക്സ്ട്രാ റൂട്ടുകൾ സപ്പോർട്ടാണ് ഈ ട്രീസിന് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നോർമലി ഒരു റൂട്ടാണെങ്കിൽ ഈ പിന്നെ ഭയങ്കര ലൂസായിട്ടുള്ള ഈ ഒരു പിന്നെ സോയിലിൽ അല്ലെങ്കിൽ ഈ ഒരു സാൻഡി സോയിലിൽ ചതുപ്പുകളിലൊക്കെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് മൾട്ടിപ്പിൾ ട്രൈപോഡ് പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ
പോഡുകൾ, മൾട്ടിപ്പിൾ കാലുകൾ ഇതിനുണ്ടെങ്കിൽ ഇതിന് സ്ട്രോങ്ങർ ആയിട്ട് ഈ ചതുപ്പുകൾ നിൽക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ റൂട്ട്സ്, അഡ്വെൻഷ്യസ് റൂട്ട്സ് ഈ സൈഡിൽ നിന്നൊക്കെ വരും. ഇതിനെയാണ് നമ്മൾ പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട് എന്നൊക്കെ പറയാം. നമ്മൾ ഈ ആൽമരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, സൈഡിൽ ബ്രാഞ്ചസിൻ്റെ അതിൽ കൂടി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ പ്രോപ്പർ റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതേ ഒരു അഡാപ്റ്റേഷൻ നമ്മുടെ മാംഗ്രൂവ്സിനുണ്ട് ചതുപ്പിലുള്ള സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ഞങ്ങൾ ഫീൽഡിൽ പോയപ്പോഴത്തൊരു പടമാണ്. ഈ കാണുന്നതൊക്കെ ഈ പ്രോപ്പർ റൂട്ട് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ടിന് എക്സാമ്പിളാണ്. ഈ റൂട്ടുകളാണ്. പിന്നീട് ഇവിടെ ഇതിപ്പോൾ ഇന്റർടൈഡൽ സോൺസ് ആണെന്ന് പറഞ്ഞല്ലോ. ടൈഡ്സ് ഒരു വേലിയേറ്റം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുമ്പോൾ ഇവിടെയൊക്കെ ചതുപ്പായിട്ട് മാറും. ഈ ചതുപ്പായിട്ട് മാറുമ്പോൾ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഗ്രൂപ്പ് ഓഫ് റൂട്ട്സ് ആവശ്യമായിട്ട് വരും. സോ ഇതാണ് പ്രോപ്പർ റൂട്ട് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട്. ഇതിനൊക്കെ പ്രധാനമായിട്ട് സ്റ്റിൽറ്റ് റൂട്ടാണ് കേട്ടോ പറയാം. പ്രോപ്പർ റൂട്ടും ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് ആണ് ഉള്ളത്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ സ്റ്റിൽറ്റ് റൂട്ടാണ്. ഇവിടെയൊക്കെ ഇത്രയും ചതുപ്പുകളുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ട്രങ്കോട് നിൽക്കാൻ പറ്റില്ല ഇവർക്കൊന്നും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കിയേക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു അഡാപ്റ്റേഷനാണ്, നമ്മൾ പ്രോപ്പർ റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും പറഞ്ഞു, അതിനുശേഷം വരുന്ന അഡാപ്റ്റേഷൻസ് ആണ് ബ്രീത്തിങ് റൂട്ട്സ് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും. ഒരു പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ, ലീഫാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ലീഫ് എന്ത് ചെയ്യും, ഈ പ്രിപ്പയർ ചെയ്ത ഫുഡ് സസ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കൊണ്ടുപോകും. പല ഭാഗങ്ങളായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഫുഡിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിൽ കൂടിയാണ് ഈ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ എനർജി സസ്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേഷൻ എവിടെയാണ് നടക്കുക? എല്ലാ പാർട്ടിലും സസ്യത്തിൻ്റെ റെസ്പിറേഷൻ നടക്കണം. റൂട്ട്സിൽ, പിന്നെ എന്താ പറയുക, റൂട്ട്സിൽ നടക്കണം, ട്രങ്കിൽ നടക്കണം, ലീഫിൽ നടക്കണം, അങ്ങനെ ഫ്ലവേഴ്സിൽ നടക്കണം. അങ്ങനെ ഒരു സസ്യത്തിൻ്റെ എല്ലാ പാർട്ടിലും റെസ്പിറേഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ സോയിലിൽ നോർമൽ സസ്യങ്ങൾക്ക് സോയിലിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, ഈ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൈക്രോ പോറുകളുണ്ട്. സോയിലിൻ്റെ ഓരോ പാർട്ടിക്കിളിൻ്റെ ഇടയ്ക്ക് മൈക്രോ പോറുണ്ട്. അതിൻ്റെ അകത്ത് എയർ ഉണ്ടാവും. ഈ എയറിൻ്റെ അകത്ത് ഓക്സിജൻ ഉണ്ടാവും. ഈ ഓക്സിജൻ നമ്മുടെ റൂട്ട്സിന് എടുക്കാൻ പറ്റും സസ്യങ്ങളുടെ. നേരെ മറിച്ച് ഈ ചതുപ്പിൽ ജീവിക്കുമ്പോഴോ, ചതുപ്പിൽ ഓൾമോസ്റ്റ് എൻറ്റയർലി പിന്നെ ഈ പറഞ്ഞ ചെളിയല്ലേ, ചെളിയിൽ ഓൾമോസ്റ്റ് ഈ പറയുന്ന വാട്ടർ കയറിയിട്ട് ഈ സോയിൽ പോസിൽ കാണുന്ന എയർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അപ്പം മാംഗ്രൂവ്സിന് അതിൻ്റെ റൂട്ടിന് റെസ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റൂട്ടിന് റെസ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ റൂട്ട് ഓട്ടോമാറ്റിക്കലി ഡെഡായി പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാംഗ്രൂവ്സിൻ്റെ റൂട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റൂട്ട്സ് താഴെ സോയിലിൽ കൂടി പോയിട്ട് മേലേക്ക് പൊങ്ങി വരും. ഈ ചതുപ്പിൽ നിന്ന് മേലേക്ക് പൊങ്ങി വരും. എന്നിട്ട് പൊങ്ങി വന്ന റൂട്ട് എയറിൽ നിന്ന് എയർ കണ്ടക്ഷൻ നടത്തും. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത് റൂട്ടാണ്. ഈ റൂട്ടിൻ്റെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്മോൾ പോറുകൾ കാണാൻ പറ്റും. അതായത് ചെറിയ കുഞ്ഞു കുഴികളും ഓട്ടകളും. ഈ ഹോളുകളിൽ കൂടിയാണ് ഇവർ കണ്ടക്ഷൻ നടത്തുന്നത്. ഇങ്ങനെ കണ്ടക്ഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ ബ്രീത്തിങ് റൂട്ട് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് മാംഗ്രൂവ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. ഈ ബ്രാക്കിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചതുപ്പിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ. നെക്സ്റ്റ് വരുന്ന ഒരു അഡാപ്റ്റേഷൻ വിവി പാരി. നിങ്ങൾ വിവി പാരി സുവോളജി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. വിവി പാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ പിന്നെ യങ് വൺസിനെ ഡെലിവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അതായത് പ്രസവിക്കാനുള്ള കഴിവ്. ഈ മാംഗ്രൂവ്സ് ഒക്കെ പ്രസവിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയാം. അതായത് ബ്രാക്കിഷ് വാട്ടറിൽ നമ്മൾ നോർമൽ ട്രീസിൽ എന്താ സംഭവിക്കാം, ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാവും. ഫ്രൂട്ട് എന്തായാലും ഈ ട്രീസിൽ നിന്ന് താഴേക്ക് വീഴുന്നിട്ട് അവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ട്രീ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ മാംഗ്രൂവ്സ് എവിടെയുള്ളത്? ഈ ചതുപ്പിലുള്ളതെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഹൈലി സലൈൻ ആയിട്ടുള്ള സാൾട്ട് വാട്ടറിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ കായ് നേരെ എവിടത്തേക്കായിരിക്കും വീഴുക? സോൾട്ട് വാട്ടറിലേക്കായിരിക്കും വീഴുക. സോൾട്ട് വാട്ടറിലേക്ക് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോൾട്ട് കയറും, സോൾട്ട് ഇൻഡേഷൻ ഉണ്ടാവും, സീഡ് നശിച്ചു പോകും, അവിടുത്തെ എംബ്രിയോ നശിച്ചു പോകും. അപ്പോൾ ഇതിന് വീണ്ടും ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് മാംഗ്രൂവ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അഡാപ്റ്റേഷനാണ്. ഇവരുടെ കായ അല്ലെങ്കിൽ ഫ്രൂട്ട് ഈ പ്ലാന്റിൽ നിന്ന് തന്നെ ജെർമിനേറ്റ് ചെയ്യും. പ്ലാന്റിൽ നിന്ന് തന്നെ റൈപ്പാവും, പ്ലാന്റിൽ നിന്ന് തന്നെ ജെർമിനേറ്റ് ആവും. അതിൻ്റെ റൂട്ട് താഴേക്ക് വരും. റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വാള് പോലെ ഇരിക്കുന്ന, ഒരു കുന്തം പോലെ ഇരിക്കുന്ന ഒരു റൂട്ടാണ് അവർക്ക് വരിക. ഇങ്ങനെ ആ റൂട്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഈ റൂട്ട് അത്യാവശ്യം ഡെവലപ്ഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രൂട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യും, റൈപ്പ് ചെയ്യും. അപ്പോൾ ഈ നേരെ ഈ കുന്തം പോലെയുള്ള ഈ റൂട്ട് എന്ത് ചെയ്യും, നേരെ താഴെ വന്നിട്ട് ചതുപ്പിൽ കുത്തി തറച്ച് നിൽക്കും. അങ്ങനെ ഇനുണ്ടേഷൻ ഒഴിവാക്കിയിട്ടാണ്
മാംഗ്രോവ്സ് വളരുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാംഗ്രോവ്സിൻ്റെ കായ എന്ന് പറയുന്നത്. ഇതൊക്കെ കായ. ഈ കായ മുളച്ചിട്ട് വലിയൊരു സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ല, ഇത് ഭയങ്കര സ്പിയർ ഹെഡാണ് ഇതിൻ്റെ അറ്റത്തിരിക്കുന്നത്. ഇത് താഴേക്ക് ഇങ്ങനെ റൈപ്പായി വന്നിട്ട് ഈ കുറച്ച് കഴിയുമ്പോൾ എന്താകും, ഈ റൈപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്ലാന്റ് കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നേരെ താഴേക്ക് ചതുപ്പായിരിക്കും. ഈ ചതുപ്പിലേക്ക് കുത്തി തറച്ചാൽ നിൽക്കുക. ഇങ്ങനെ തറച്ച് നിൽക്കുന്ന ഈ പിന്നീട് ഇവിടെ വേലിയേറ്റം വന്നിട്ട് വെള്ളം കയറി വന്നാലും ഉപ്പ് വെള്ളം കയറി വന്നാലും ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് മാംഗ്രോവ്സ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിവി പാരി എന്ന് പറയും മാംഗ്രോവ്സിൻ്റെ. സോ അതാണ് മാംഗ്രോവ്സിൻ്റെ വേറൊരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മാംഗ്രോവ്സ് വൈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി എമംഗ് ട്രോപ്പിക്സ് ആൻഡ് സബ് ട്രോപ്പിക്സ്. നമ്മൾ ഇത്രയും അഡാപ്റ്റേഷൻസ് പറഞ്ഞില്ലേ, ഈ ഇത്രയും അഡാപ്റ്റേഷൻസ് ഒക്കെ ഹൈലി എനർജി റിക്വയറിംഗ് ആണ്. ഭയങ്കര എനർജി റിക്വയറിംഗ് ആയിട്ടുള്ള സോൾട്ട് സെക്രീഷൻ ആണെങ്കിലും, ന്യൂമാറ്റോഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് റൂട്ട്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും, ഇഷ്ടംപോലെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആയിട്ടുള്ള സ്റ്റിൽറ്റ് റൂട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ധാരാളം എനർജി വേണം, ധാരാളം ബയോമാസ് വേണം. അപ്പോൾ അത്രയും ബയോമാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയധികം ഫോട്ടോസിന്തസിസ് റേറ്റ് കൂടണം. ട്രോപ്പിക്സിലും സബ് ട്രോപ്പിക്സിലും മാത്രമാണ് ഒത്തിരി അധികം സൂര്യപ്രകാശം ഈ പ്ലാന്റ്സിന് കിട്ടുക. ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴത്തേക്കും സ്ലാൻഡിങ് ആയിട്ടുള്ള സൺലൈറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള എനർജി ഇവർക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടാണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഈ മാംഗ്രോവ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രോപ്പിക്സിലേക്കും സബ് ട്രോപ്പിക്സിലേക്കും മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയി മാറുന്നത്. ടെമ്പറേറ്റിലോ പോളാർ റീജിയൻസിലോ ആൾക്കാർ ഈ മാംഗ്രോവ്സ് കക്ഷികൾ കാണാതെ തന്നെ മെയിൻ കാരണം ഇതാണ്. സോ കമ്മിങ് ടു ദ കീ റോൾസ് ഓഫ് മാംഗ്രോവ് എക്കോസിസ്റ്റം നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ആണ്. ഈ മാംഗ്രോവ്സ് ഒരു നാച്ചുറൽ ബാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫോട്ടോയിൽ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഒരു ഗ്രീൻ ബെൽറ്റ് കിട്ടിയ പോലെയാണ് ഈ മാംഗ്രോവ്സ് പൊതുവെ നമ്മുടെ കോസ്റ്റൽ എൻവയോൺമെന്റ്സിൽ കാണുക. നാച്ചുറൽ ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. reducing wave energy and protecting coastlines from erosion and storm surges. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കോസ്റ്റൽ റീജിയൻസിലെ മാംഗ്രോവ്സ് ഉണ്ടെങ്കിൽ അവരൊരു മീറ്റേഴ്സോളം, ഒരു 70 മീറ്റേഴ്സൊക്കെ കടലിലേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ എസ്റ്റൂറിലേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. അവർ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വേവ് വരുമ്പോഴത്തേക്കും, ഒരു ഹയർ എനർജിയുള്ള ഒരു വേവ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാർ ആരായിരിക്കും? മാംഗ്രോവ്സ് ആയിരിക്കും. അങ്ങനെ അപ്പോൾ എന്താവും, കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും, മെയിൻ കോസ്റ്റിലേക്ക്, ഈ സോയിലിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എനർജി ഭയങ്കരമായിട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഈ ഇൻട്രിക്കേറ്റ് റൂട്ട് നെറ്റ്വർക്ക് എന്ത് ചെയ്യും? ഈ കംപ്ലീറ്റ് വേവ് എനർജിനെ അബ്സോർബ് ചെയ്യും. സോ ആ ഒരു കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ 2004 സുനാമി വന്ന സമയത്ത് ഒഡീഷയിലുള്ള ഒത്തിരി തീരങ്ങൾ പ്രൊട്ടക്ട് ചെയ്തത് ഈ മാംഗ്രോവ് ഉള്ള സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ കുറഞ്ഞതും, മാംഗ്രോവ് ഓൾറെഡി ഡീഫോറസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്ഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു 2004 സുനാമിയുടെ സമയത്ത്. അതുപോലെ സുന്ദർബൻസ് പോലുള്ള വലിയ കാടുകളൊക്കെ ഇൻടാക്റ്റ് ആയിട്ട് വെച്ചത് മാംഗ്രോവ്സ് ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ഹാബിറ്റാറ്റ് പ്രൊവിഷൻ. മാംഗ്രോവ്സ് ഒരു എക്കോട്ടോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് കോസ്റ്റൽ സോണിൻ്റെയും ടെറസ്ട്രിയൽ സോണിൻ്റെ ഒരു എക്കോട്ടോൺ ആയിട്ട്, ഒരു ട്രാൻസിഷണൽ സോൺ. എക്കോട്ടോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രാൻസിഷണൽ സോണായിട്ട് മാംഗ്രോവ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. It provides nurseries for many fish and invertebrate species, providing crucial habitats and diverse food webs. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ റൂട്ട്സ് മൈന്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു റൂട്ട്സ് ആണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇനുണ്ടേഷൻ്റെ സമയത്ത് ഇതിൻ്റെ അകത്ത് വലിയ ഫിഷസിനൊന്നും കയറാൻ പറ്റില്ല. കുഞ്ഞു ഫിഷസിന് മാത്രമേ ഈ റൂട്ട്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഈ ഫിഷ് സ്പോൺ ചെയ്യുന്ന സമയത്ത്, ഫിഷുകൾ മുട്ടയിടുന്ന സമയത്ത് ഇവർ മാംഗ്രോവ് എക്കോസിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഇൻട്രിക്കേറ്റ് റൂട്ട് നെറ്റ്വർക്സിൻ്റെ ഇടയിലാണ് പോയി മുട്ടയിടുന്നത്. അങ്ങനെ പ്രഡേഷനെ ഒഴിവാക്കാൻ പറ്റും. ധാരാളം ഫിഷ് നഴ്സറീസ് ഈ ഫിഷ് സ്പോണിങ്ങിൻ്റെ സീസണിൽ മാംഗ്രോവ്സിൽ നോക്കിയപ്പോൾ കുഞ്ഞായിട്ടുള്ള കുറേ സ്വാംസ് ഓഫ് ഫിഷസ് നമുക്ക് മാംഗ്രോവ്സിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. സോ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മാംഗ്രോവ്സിൻ്റെ ഹാബിറ്ററ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇതാണ്. എന്നാൽ അതേ സമയത്ത് ഒത്തിരി ഞണ്ടുകൾ, അതേസമയത്ത് ഞണ്ടുകളെ ഫീഡ് ചെയ്യുന്ന ബാക്കി പ്രഡേറ്റേഴ്സ്, ബേർഡ്സ്, ഇതിനൊക്കെ ധാരാളം എക്കോസിസ്റ്റം പ്രൊവിഷൻസ് മാംഗ്രോവ്സ് കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. കാർബൺ സെക്വിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ടും, അതൊക്കെ ഫോറസ്റ്റുകളാണ്, ഓട്ടോമാറ്റിക്കായിട്ടും കാർബൺ സെക്വിസ്ട്രേഷന് മാംഗ്രോവ്സിനുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കര അധികമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക.
അത് മാത്രമല്ല, ഇത് കാർബൺ സിങ്കായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്റ്റോറിങ് സിഗ്നിഫിക്കൻ്റ്ലി മോർ കാർബൺ ദാൻ ടെറസ്ട്രിയൽ ഫോറസ്റ്റ്. ടെറസ്ട്രിയൽ ഫോറസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും മാംഗ്രോവ്സ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴത്തേക്കും മാംഗ്രോവ്സ് ഉണ്ടാക്കുന്ന കാർബൺ സിങ്ക് എന്ന് പറയുന്നത് ഹ്യൂജ് ആണെന്നാണ് പറയുന്നത്. സോ പ്രൊഡക്ടിവിറ്റി ഇൻ മാംഗ്രോവ് ഫോറസ്റ്റ് ഈസ് ഹ്യൂജ് ആസ് കമ്പയർഡ് ടു ടിപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ വാട്ടർ ഫിൽട്രേഷൻ, filter pollutants and sediments, improving water quality for marine life and human use. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻട്രിക്കേറ്റ് റൂട്ട് നെറ്റ്വർക്ക് സിസ്റ്റം ഈ ഹാബിറ്റാറ്റ് പ്രൊവിഷൻ മാത്രമല്ല അവർക്കുള്ളത്, അതേപോലെ വാട്ടർ ഫിൽട്രേഷനുള്ള കപ്പാസിറ്റി കൂടി. ചില മാംഗ്രോവ്സിൻ്റെ ഒക്കെ ഈ ഭയങ്കരമായിട്ടുള്ള ഞങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, ഈ പിന്നെ അത്യാവശ്യം നല്ല മാംഗ്രോവ് ഫോറസ്റ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിന് പുറത്തുണ്ടായിരിക്കും, പുറത്ത് ബ്രാക്കിഷ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് വെള്ളമായിരിക്കും. നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ റൂട്ട് നെറ്റ്വർക്ക്സ് ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തുന്നത് തന്നെ അകത്തുള്ള മാംഗ്രോവ്സിൻ്റെ വെള്ളം നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഫ്രഷ് വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് ഈ മാംഗ്രോവ്സിൻ്റെ അകത്തുള്ള റൂട്ട് സിസ്റ്റവും അതിൻ്റെ ഇൻട്രിക്കേറ്റ് നെറ്റ്വർക്ക്സും കൂടിയിട്ടാണ്. അപ്പോൾ വാട്ടർ ഫിൽട്രേഷൻ എന്നുള്ളൊരു ഒരു സർവീസസ് കൂടി മാംഗ്രോവ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫിഷസ് മുട്ടയിടുന്നത് മാംഗ്രോവ്സിലാണെന്ന് പറഞ്ഞല്ലോ. ചില ഫിഷസ്, ചില മറൈൻ ഫിഷസ് അവർ പിന്നെ സോൾട്ട് വാട്ടറിലാണ് സർവൈവ് ചെയ്യുന്നതെങ്കിലും അവർ മുട്ടയിടുന്നത് ശരിക്കും ഫ്രഷ് വാട്ടറിൽ മുട്ടയിടാനായിട്ട് അവർ കടലിൽ നിന്ന് കരയിലേക്ക് ഈ എസ്റ്റുറിയൻ ഹാബിറ്റാറ്റിലേക്ക് വരും. ഈ എസ്റ്റുറിയൻ ഹാബിറ്റാറ്റിലേക്ക് വരുമ്പോൾ അവർ മുട്ടയിടാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് വാട്ടറാണ്. എസ്റ്റുറിയനിൽ എവിടെ അവർക്ക് ഫ്രഷ് വാട്ടർ കിട്ടും? ഇതേപോലെയുള്ള ഇൻട്രിക്കേറ്റ് റൂട്ട് നെറ്റ്വർക്ക്സിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയും ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു സർവീസസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് മാംഗ്രോവുകളാണ്. പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് മാംഗ്രോവ് ആണ് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് റെഡ് മാംഗ്രോവ്സ്. As the name indicates, these mangroves appears as reddish roots. These mangroves are having reddish roots. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ റെഡ് മാംഗ്രോവ്സ് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രോ ക്ലോസസ്റ്റ് ടു ദ വാട്ടർ, ഓഫൺ ഫോമിങ് ദി ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. അതായത് തീരപ്രദേശത്തു നിന്ന് കുറച്ച് മാറി വെള്ളത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു റെഡ് മാംഗ്രോവ്സ് കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും? ഇൻട്രിക്കേറ്റ് റൂട്ട് നെറ്റ്വർക്ക് സിസ്റ്റങ്ങളായിരിക്കും ഉണ്ടാവുക. ദേ ഹാവ് പ്രോപ്പ് റൂട്ട്സ്, ദേ ഹാവ് സ്റ്റിൽറ്റ് റൂട്ട്സ് ഫോർ സ്റ്റെബിലിറ്റി. പ്രധാനമായിട്ട് ഇവർ മഡി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ ജീവിക്കുന്നുണ്ട് തന്നെ വാട്ടർ ഇനോണ്ടേഷനൊക്കെ അവർക്ക് സർവൈവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ റൂട്ട് സ്റ്റിൽറ്റ് റൂട്ടൊക്കെ അവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ആൻഡ് ദേ ക്യാൻ ടോളറേറ്റ് ഹൈ സലിനിറ്റി. ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ സലിനായിട്ടുള്ള എൻവയോൺമെന്റിലായിരിക്കും ഹൈ സലിനിറ്റി ടോളറേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവും. പ്രധാനമായിട്ടും റൈസോഫോറ എന്ന് പറയുന്ന ഒരു ജീനസ്, അത് നിങ്ങൾ പഠിക്കണം. റൈസോഫോറ എന്ന് പറയുന്ന ഒരു ജീനസിലുള്ള മാംഗ്രോവുകളാണ് ഈ റെഡ് മാംഗ്രോവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത്, സോ അതാണ് റെഡ് മാംഗ്രോവിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇനി അടുത്തതാണ് ബ്ലാക്ക് മാംഗ്രോവ്. ഇത് കുറച്ചുകൂടി ബ്ലാക്കിഷ് ആണ്. നേരത്തെ പറഞ്ഞു ഒരു റൂട്ട്സ് ആർ ഒരു റെഡ് ആയിട്ടാണ് അപ്പയർ ചെയ്യുക, ഇതൊരു ബ്ലാക്കിഷ് ആയിട്ടാണ് അപ്പയർ ചെയ്യുക. ഇതിനെ നമ്മൾ ബ്ലാക്ക് മാംഗ്രോവ് എന്ന് പറയും. നേരത്തെ നമ്മൾ സ്റ്റിൽറ്റ് റൂട്ടാണ് പറഞ്ഞെങ്കിൽ ബ്ലാക്ക് മാംഗ്രോവിൻ്റെ ഒരു സവിശേഷതയാണ് ഈ പറയുന്ന ന്യൂമാറ്റോഫോഴ്സ്. ന്യൂമാറ്റോഫോഴ്സ് പ്രധാനമായിട്ടും കാണുന്ന ബ്ലാക്ക് മാംഗ്രോവിലാണ്. ദേ ആർ ഫൗണ്ട് സ്ലൈറ്റ്ലി ഇൻലാൻഡ് ബിഹൈൻഡ് റെഡ് മാംഗ്രോവ് ഇൻ ദ ടൈഡൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റിൽ നിന്ന് നമ്മൾ സീയിൽ നിന്ന് നമ്മൾ തീരത്തേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ റെഡ് മാംഗ്രോവ് കാണും. ഇതിന് പുറകിലായിട്ടാണ് ഈ ഒരു ട്രാൻസിഷണൽ സോണിലാണ് നമുക്ക് ബ്ലാക്ക് മാംഗ്രോവുകളെ കാണുന്നത്. ദേ ഹാവ് ന്യൂമാറ്റോഫോഴ്സ് ടു അബ്സോർബ് ഓക്സിജൻ ഇൻ വാട്ടർ ലോക്ഡ് സോയിൽസ്. They can tolerate extreme salinity and grow in brackish waters. അവിസീനിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് മാംഗ്രോവ് ഉണ്ട്. ഈ അവിസീനിയ സ്പീഷീസ് പ്രധാനമായിട്ട് ഒരു ബ്ലാക്ക് മാംഗ്രോവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ അവിസീനിയക്കാണ് ഈ പറയുന്ന ന്യൂമാറ്റോഫോഴ്സുകൾ. നിങ്ങൾ കേരളത്തിൽ തന്നെ കാണുന്ന മാംഗ്രോവ് ഫോറസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിസീനിയ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂമാറ്റോഫോഴ്സ് ഒക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഈ ന്യൂമാറ്റോഫോഴ്സ് ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു അവിസീനിയ സ്പീഷീസ് ആയിരിക്കും. സോ മൂവിങ് ഓൺ, മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് മാംഗ്രോവ് ആണ് വൈറ്റ് മാംഗ്രോവ് എന്ന് പറയുന്നത്. വൈറ്റ് മാംഗ്രോവ്. അപ്പോൾ നേരത്തെ നമ്മൾ കുറേ ആദ്യം റെഡ് മാംഗ്രോവിനെ കണ്ടു. റെഡ് മാംഗ്രോവിൻ്റെ പുറകിലായിട്ട് നമുക്ക് ബ്ലാക്ക് മാംഗ്രോവിനെ കാണാൻ പറ്റും. ഇതിൻ്റെയും പുറകിലായിട്ട് കാണുന്ന ഗ്രൂപ്പ് ഓഫ് മാംഗ്രോവ്സിനാണ് നമ്മൾ വൈറ്റ് മാംഗ്രോവ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ഹയർ ഇന്റർടൈഡൽ സോൺസ് ഫർദർ ഇൻലാൻഡ് ദാൻ ബ്ലാക്ക് മാംഗ്രോവ്. അതിൻ്റെ പുറകിൽ കാണുന്നതാണ് വൈറ്റ് മാംഗ്രോവ്സ്. They do not have stilt roots but may develop lenticels on barks for gas exchange.
ഈ ബാർക്കുകളിൽ ലെൻറ്റിസെൽ എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോർ സ്പേസ് ഉണ്ട്. അതുവഴിയാണ് ഇവർ പ്രധാനമായിട്ട് കണ്ടക്ഷൻ നടത്തുന്നത്. ഈ ലെൻറ്റിസെൽസ് എല്ലാ ട്രീസിലും കാണുന്നതാണ്. പക്ഷേ ഈ വൈറ്റ് മാംഗ്രോവ്സിന് ഇത് കുറച്ചുകൂടി കൂടുതലായിരിക്കും, കണ്ടക്ഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്. They grow in less saline, more stable substrate. കുറച്ചുകൂടി തീരത്തോട് ചേർന്ന് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിലായിരിക്കും നമ്മുടെ വൈറ്റ് മാംഗ്രോവ്സ് കാണുക. സൊണറേഷ്യ എന്ന് പറയുന്ന ഒരു ജീനസ് ഉണ്ട് മാംഗ്രോവ്സിന്റെ. സൊണറേഷ്യ ആൽബ എന്നൊക്കെ പറഞ്ഞ 1-2 സ്പീഷീസ് ഉണ്ട് നമുക്ക്. ആ സൊണറേഷ്യ എന്നുള്ളത് അതിനൊരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. സൊണറേഷ്യയുടെ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. ഈ സൊണറേഷ്യ എന്നുള്ള സ്പീഷീസ് വൈറ്റ് മാംഗ്രോവിനുള്ള ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇത് ഫീൽഡിൽ നിർത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേരളത്തിൽ നിന്ന് തന്നെ. ഇവിടെ കാണുന്ന ഈ ഒരു കോസ്റ്റൽ അല്ലെങ്കിൽ ബ്രാക്കിഷ് സോൺ ഇവിടെ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് വെള്ളത്തിൽ തന്നെ കാണുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് ഈ റെഡ് മാംഗ്രോവ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. റെഡ് മാംഗ്രോവിന്റെ പുറകിലായിട്ടാണ് നമുക്ക് ഈ ബ്ലാക്ക് മാംഗ്രോവ് കാണാൻ പറ്റുക. ഈ ഒരു സോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാൻസിഷൻ സോണാണ്. ബ്ലാക്ക് മാംഗ്രോവ്, വൈറ്റ് മാംഗ്രോവ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, അബിസിനിയ സ്പീഷീസ് ഉണ്ടാവും, സൊണറേഷ്യ സ്പീഷീസ് ഉണ്ടാവും, നമ്മൾ കണ്ടലിനൊക്കെ പറഞ്ഞുള്ള 1-2 സ്പീഷീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ പുറകിലായിട്ടാണ് കാണുക. അതിന് പുറകിലാണ് പൊതുവെ നമ്മൾ കോസ്റ്റ് കാണുന്നത്. ആ കോസ്റ്റിലാണ് ഈ പ്രധാനമായിട്ട് പാമ്പ് വരുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഫോട്ടോയാണിത്. ഇനി നമ്മൾ ഇന്ത്യയിൽ മാംഗ്രോവിന്റെ കവറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ട് അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ ഈ കാണുന്ന കോസ്റ്റൽ എൻവയോൺമെന്റ്സിലായിരിക്കും. കോസ്റ്റൽ സ്റ്റേറ്റ്സിലാണ് മാംഗ്രോവ്സ് കാണുന്നത്. നമ്മുടെ എൻറ്റയർ കോസ്റ്റൽ സ്റ്റേറ്റ്സിൽ മാംഗ്രോവ്സ് ഉണ്ട്. അതിൽ 9 സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ദാമൻ ദിയു, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഇവിടെയൊക്കെ ആരുണ്ട്, നമ്മുടെ മാംഗ്രോവ്സ് ഉണ്ട്. എൻറ്റയർലി ഒരു 5000 സ്ക്വയർ കിലോമീറ്റർ, ക്ലോസ് ടു 5000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് മാംഗ്രോവ്സിന്റെ ഇന്ത്യയിലുള്ള എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. 4992 ആണ് മൊത്തം അതിന്റെ എക്സാക്ട് എസ്റ്റിമേറ്റ് വരുന്നത്. 5000 ഒന്നും പഠിച്ചിരുന്നാൽ മതി. പ്രധാനമായിട്ടുള്ള കീ റീജിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ. സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാംഗ്രോവ് ഏരിയ ഇൻ ദ വേൾഡ്. ഇത് പറയുന്ന സമയത്ത് സുന്ദർബൻസിന്റെ കേസ് എടുക്കുമ്പോൾ ലോകത്തിലെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ലാർജസ്റ്റ് മാംഗ്രോവിന്റെ പാച്ച് സുന്ദർബൻസിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വരുന്ന വേറൊരു പ്രധാനമായിട്ടുള്ള പാച്ചാണ് ഭിത്തർകണിക മാംഗ്രോവ്. ഒഡീഷയിൽ കാണുന്ന ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഭിത്തർകണിക മാംഗ്രോവ്സ് വരുന്നത്. അത് വലിയൊരു ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് പാച്ചാണ്. അതുപോലെ ഗോദാവരി കൃഷ്ണ മാംഗ്രോവ്സ്, ഗോദാവരിയുടെയും കൃഷ്ണയുടെയും ഒക്കെ ഡെൽറ്റൈക് റീജിയൻസ് ഉണ്ട് ഇവിടെ. ആ ഭാഗത്ത് ധാരാളം മാംഗ്രോവ്സിന്റെ ഫോറസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, കോസ്റ്റൽ ലൈവ്ലിഹുഡ്സ് ഒക്കെ കുറേ ആൾക്കാർ ഇതിനെ മാംഗ്രോവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വുഡിനായിട്ടാണെങ്കിലും ഫയർവുഡിനൊക്കെ ആയിട്ടാണെങ്കിലും, അതുപോലെ ഫിഷസിനെ കൾട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഫിഷസിനെ പിടിക്കാൻ, ഞണ്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതൊക്കെ ആയിട്ട് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്, ലൈവ്ലിഹുഡൊക്കെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ് മാംഗ്രോവ്സിന്. പ്രധാനമായിട്ട് ത്രെറ്റുകൾ ധാരാളം മാംഗ്രോവ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ മാംഗ്രോവ്സ് നോക്കുകയാണെങ്കിൽ സുന്ദർബൻസ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഇന്ത്യ. ഒരു സിംഗിൾ പാച്ച് ഓഫ് മാംഗ്രോവ് ആണ്. ഭയങ്കര ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാച്ചാണ് സുന്ദർബൻസിലുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ഭിത്തർകണിക മാംഗ്രോവ്സ് വരുന്നുണ്ട്. മഹാനദി ഡെൽറ്റയിൽ കുറച്ച് മാംഗ്രോവ്സ് ഉണ്ട്. അതുപോലെ ഈ ഗോദാവരി കൃഷ്ണ ഡെൽറ്റ, അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് കച്ച് റീജിയൻ, ഈ ഒരു ഭാഗത്ത് ധാരാളം മാംഗ്രോവ്സ് ഉണ്ട്. പിന്നെ പല ഭാഗങ്ങളും മുംബൈയുടെ ഭാഗത്ത്, രത്നഗിരിയുടെ ഭാഗത്ത്, ഗോവ, നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ മാംഗ്രോവ്സ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. സുന്ദർബൻസിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, ലാർജസ്റ്റ് കണ്ടിജിയസ് മാംഗ്രോവ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഹോം ടു ദ ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ വേറെ എവിടെയും മാംഗ്രോവ്സ് ഫോറസ്റ്റിൽ കാണുന്നില്ല, പക്ഷെ സുന്ദർബൻസിൽ മാംഗ്രോവിൽ കാണുന്നുണ്ട്. അത് സുന്ദർബൻസിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ, ഒരു മേജർ പോർഷൻ, 60% ഫോറസ്റ്റും കാണുന്നത് ബംഗ്ലാദേശിലാണ്. ബാക്കി 40% ആണ് ഇന്ത്യയിലുള്ളത്. ഏകദേശം 400ഓളം ടൈഗറാണ് സുന്ദർബൻസിൽ മാത്രം റിസൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ 400ഓളം ടൈഗറിൽ ഏകദേശം 90ഓളം ടൈഗർ ഇന്ത്യൻ ഭാഗത്തും ബാക്കി റിമൈനിങ് ടൈഗേഴ്സ് ബംഗ്ലാദേശിലാണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വൈറ്റൽ കോസ്റ്റൽ പ്രൊട്ടക്ഷന് കാരണമാകുന്നത് ഷീൽഡിങ് ദ ഗാഞ്ചസ് ബ്രഹ്മപുത്ര ഡെൽറ്റ ഫ്രം സൈക്ലോൺസ് ആൻഡ് സീ ലെവൽ റൈസ്. സൈക്ലോൺസ് വരുമ്പോഴും അതുപോലെ സുനാമി ഒക്കെ വരുന്ന സമയത്ത് മാംഗ്രോവ്സിന്റെ പ്രൊട്ടക്ഷൻ ഒരു ബാരിയർ പോലെയാണ് നമ്മുടെ കോസ്റ്റിനെ മാംഗ്രോവ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. The Sundarbans sequester millions of tons of carbon annually, contributing to global carbon storage. അപ്പോൾ കാർബൺ സെക്വസ്ട്രേഷന്റെ ഭാഗമായിട്ട് ധാരാളം കാർബൺ
പിന്നെ മാംഗ്രോവ്സ് സുന്ദർബൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. സോ ഇതാണ് സുന്ദർബൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിന്റെ മേജർ പോർഷൻസ് ബംഗ്ലാദേശിലാണ് വരുന്നത്. അതിന്റെ ഒരു 40% നമ്മുടെ ഇന്ത്യൻ ഭാഗത്ത് വരുന്നുണ്ട്. സോ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ടിൽ മാംഗ്രോവ് കവറും അസസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ മാംഗ്രോവിന്റെ കവർ ഇന്ത്യയിലുള്ളത്. 42% ഇന്ത്യയിൽ കാണുന്ന മാംഗ്രോവ്സിന്റെ പകുതിയോളം 42%, ക്ലോസ് ടു 50% വെസ്റ്റ് ബംഗാളിൽ മാത്രമാണുള്ളത്. അത് സെക്കൻഡ് ആണെങ്കിൽ ഗുജറാത്താണ്. ഗുജറാത്തിൽ ഏകദേശം 1/4 ഓഫ് ദ മാംഗ്രോവ്സ് ഇൻ ഇന്ത്യ ഈസ് ഫൗണ്ട് ഇൻ ഗുജറാത്ത്. 24% ആണ് മാംഗ്രോവ്സിന്റെ ഗുജറാത്തിലുള്ള ഇതെന്ന് പറയുന്നത്, എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. തേർഡ് ആണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. ആൻഡമാൻ നിക്കോബാർ നമുക്കറിയാം, ആൻഡമാൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 500 ഐലൻഡ്സ്. അപ്പോൾ അവിടെയൊക്കെ ധാരാളമായിട്ട് മാംഗ്രോവ്സ് ഉണ്ട്. ഏകദേശം 12% മാംഗ്രോവ്സും സുന്ദർബൻസിലാണ്. ഇത് ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ 42%-ന്റെ നിയർലി ഒരു ഹാഫ് ഒക്കെ ആയിട്ട് 24% കണക്കാക്കാം. അതിൻ്റെ ഹാഫ് ആയിട്ടാണ് 12% വരുന്നത്. സോ അത് നമ്പേഴ്സ് നിങ്ങൾക്ക് അതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് നോക്കാം നിങ്ങൾ. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലോസ് ടു 5,000 സ്ക്വയർ കിലോമീറ്റർ ആണ് മാംഗ്രോവ്സിന്റെ ടോട്ടൽ എക്സ്റ്റെൻഡ് ഇൻ ഇന്ത്യ. അത് 4,992 ആണ്. കുറച്ചുകൂടെ എക്സാക്ട് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ 0.15% മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ കഴിഞ്ഞ ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 എസ്റ്റിമേറ്റ് പ്രകാരം നെറ്റ് ഡിക്രീസ് ആണ് മാംഗ്രോവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പൊതുവെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രിലിമിനറി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ എസ്റ്റിമേറ്റ് പ്രകാരം ഒരു മാംഗ്രോവ് ഫോറസ്റ്റിന്റെ 7 സ്ക്വയർ കിലോമീറ്ററിന് നെറ്റ് ഡിക്രീസ് ആണ് കാണിച്ചത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഗ്ലോബൽ മാംഗ്രോവ് അസസ്മെന്റിലേക്ക് വരികയാണെങ്കിലോ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FOA ആണ് ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ് മാംഗ്രോവിന്റെ കേസിൽ നടത്തുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അത് അവരുടെ കണക്ക് പ്രകാരം 113 രാജ്യങ്ങളിൽ, ലോകത്തിലുള്ള ട്രോപ്പിക്സിലും സബ് ട്രോപ്പിക്സിലും കാണുന്ന 113 രാജ്യങ്ങളിലാണ് മാംഗ്രോവ്സ് ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത്. ഏകദേശം 14.72 മില്യൺ ഹെക്ടേഴ്സ് ആണ് മാംഗ്രോവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അതിൽ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ, നമ്മൾ നേരത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയപ്പോൾ തന്നെ ഒത്തിരി അധികം മാംഗ്രോവ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്തോനേഷ്യയിലാണ് ലോകത്തിലുള്ള മാംഗ്രോവ്സിന്റെ 20% മാംഗ്രോവ്സ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇന്തോനേഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസീൽ, ആമസോൺ പോലെയുള്ള നദികൾ പിന്നെ കടലിലേക്ക് ചേരുന്ന സ്ഥലങ്ങളിൽ ധാരാളം ഡെൽറ്റാസ് ഉണ്ട്. ആ ഡെൽറ്റാസിലൊക്കെ മാംഗ്രോവ്സ് ഉണ്ട്. 9% ബ്രസീലിൽ മാത്രം കാണുന്നു. ഫോളോഡ് ബൈ നൈജീരിയ 7% ആൻഡ് മെക്സിക്കോ 6%. കോണ്ടിനെന്റ് വൈസ് കണക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ തന്നെയാണ്. ഏകദേശം 36% ഓഫ് ഗ്ലോബൽ മാംഗ്രോവ് ഫോറസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. ഏകദേശം 5.33 മില്യൺ ഹെക്ടേഴ്സ്. ദെൻ നോർത്ത് അമേരിക്കയിൽ കാണുന്നുണ്ട്, ആഫ്രിക്കൻ ആൻഡ് ദെൻ സൗത്ത് അമേരിക്ക. ഇവിടെയൊക്കെ ഏകദേശം 2.5, 2.3, 2.1 ക്ലോസ് റേഞ്ചസിലാണ് കാണുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ കൺസർവേഷൻ എഫേർട്സ് ഇൻ ഇന്ത്യ. മാംഗ്രോവ് നമ്മുടെ ലീഗൽ പ്രൊട്ടക്ഷനിൽ CRZ, നിങ്ങൾ കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കോസ്റ്റൽ റെഗുലേഷൻ സോൺ പിന്നെ പല CRZ ഏരിയാസ് ഉണ്ട്. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പല നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അപ്പോൾ ഈ CRZ സോൺ 1 പൊതുവെ മാംഗ്രോവ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ CRZ 1 നമ്മൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒന്നും പിന്നെ അലോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ലീഗലി ആ CRZ കൊണ്ടുവന്നതോട് കൂടിയിട്ട് മാംഗ്രോവിന്റെ പ്രൊട്ടക്ഷൻ കുറേയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ത്യയുടെ കേസിൽ. അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, ഗവൺമെന്റ്സ് നടത്തുന്നുണ്ട്, NGOs, അതുപോലെ പിന്നെ അതർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ പറയുന്ന പോലെയുള്ള മാംഗ്രോവ് റീസ്റ്റോറേഷൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട്. അതുപോലെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഉണ്ട്, കൺസർവേഷൻ എഫേർട്സ്. മാംഗ്രോവ്സിന്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രെറ്റ്സ് ടു മാംഗ്രോവ് എക്കോസിസ്റ്റം. മാംഗ്രോവ് എക്കോസിസ്റ്റത്തിലുള്ള പ്രധാനമായിട്ടും നേരിടുന്ന ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രെറ്റ് ആണ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ച് ഫോർ അഗ്രികൾച്ചർ, അക്വാകൾച്ചർ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് പോസ് മേജർ ത്രെറ്റ്സ്. അതായത് നമ്മുടെ പിന്നെ കേരളം ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് മാംഗ്രോവ് ഏരിയാസ് ഒക്കെ ആൾക്കാർ അവിടെ ബ്രാക്കിഷ് എൻവയോൺമെന്റ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ മീൻ മുട്ടയിടാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങൾ മാംഗ്രോവ് ഏരിയ ആണ്. അപ്പോൾ മാംഗ്രോവ് ഏരിയാസ് ആർ ഹൈലി നോൺ ഫോർ ഫിഷ് സ്പോണിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ധാരാളം പിന്നെ ആൾക്കാർ ഇതെന്ത് ചെയ്യും,
ഈ ഒരു ഹാബിറ്റാറ്റ് മുഴുവൻ ഡീഫോറസ്റ്റ് ചെയ്തിട്ട് ഇത് പിന്നെ നമ്മൾ കൊഞ്ച് കൃഷിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ അത് മാംഗ്രൂവ് എക്കോസിസ്റ്റം നേരിടുന്ന വലിയൊരു ത്രെറ്റാണ്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, അക്വാ കൾച്ചറിന് വേണ്ടിയിട്ട്, മീനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ധാരാളം ഏരിയാസ് മാംഗ്രൂവ് ഡീഫോറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മേജർ ത്രെറ്റായിട്ട് മാറുന്നുണ്ട് മാംഗ്രൂവ്സിന്. സെക്കൻഡ് വരുന്നതാണ് ഈ പൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇൻട്രിക്കേറ്റ് റോഡ് നെറ്റ്വർക്ക് സിസ്റ്റം ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, ഈ നെറ്റ്വർക്സിൻ്റെ ഒക്കെ ഇടയിൽ പോയിട്ട് പ്ലാസ്റ്റിക്സ് ഒക്കെ അടിഞ്ഞുകൂടുകയാണ്. ഞങ്ങൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ക്ലീനിങ് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിൽ. അപ്പോൾ ഈ പോയി കാണുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഈ റൂട്ട് നെറ്റ്വർക്സിലൊക്കെ ധാരാളം പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടിയിട്ട് ഈ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മെനസായിട്ട് മാറിയിട്ടിരിക്കുക. അപ്പോൾ പൊല്യൂഷൻ മാംഗ്രൂവ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു ത്രെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു മേജർ ത്രെറ്റാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്. ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ് കൊണ്ടുണ്ടാകുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസ്, കോസ്റ്റൽ ഇഷ്യൂസ് ഒക്കെ, പിന്നെ അതുപോലെ കോസ്റ്റൽ അക്രീഷൻ, അതുപോലുള്ള പ്രോസസ്സുകളൊക്കെ മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണെങ്കിൽ ഈ സുനാമി പോലുള്ള സൈക്ലോൺസ് പോലുള്ള മേജർ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരി ഡിസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് മാംഗ്രൂവ്സിന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന വേറൊരു ഇഷ്യൂ ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ടിമ്പറിന് വേണ്ടിയിട്ടും ഫയർവുഡിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഇതിനെ കളക്ട് ചെയ്യുന്നുണ്ട് മാംഗ്രൂവ്സിനെ. പക്ഷെ അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ എന്താവും, മാംഗ്രൂവ് എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നശിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ത്രെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദ ഫ്യൂച്ചർ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ്. അപ്പോൾ ധാരാളം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഈ ഫ്യൂച്ചർ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഒത്തിരി കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കൂടിയിട്ട് കുറേ സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒത്തിരി ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഒരു ഫോറസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ത്രെട്ടുകളെ അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷേ ഈ നിലവിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളം ഉൾപ്പെടുന്ന പല ഭാഗങ്ങളിലും മാംഗ്രൂവ് ഫോറസ്റ്റുകൾ സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എക്കോസിസ്റ്റം ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി? പ്രൊഡക്ടിവിറ്റി ആണ് കേട്ടോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റിയുടെ കേസിൽ ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റിയിൽ അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഷ്യൻസ്, ലേക്സ്, ഗ്രാസ്ലാൻഡ്സ് ആൻഡ് മാംഗ്രൂവ്സ്, ഓഷ്യൻ. അപ്പോൾ പ്രധാനമായിട്ട് 4 എക്കോസിസ്റ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായി. ഓഷ്യൻസ് ഉണ്ട്, ലേക്സ് ഉണ്ട്, ഗ്രാസ്ലാൻഡ്സ് ഉണ്ട്, മാംഗ്രൂവ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. എന്താ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിൻ്റെ ടോട്ടൽ വാല്യൂസ് ആണ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ആണെങ്കിലോ ആ ടോട്ടൽ പ്രൊഡക്ഷനെ ടോട്ടൽ എക്സ്റ്റെൻറ്റ് ഓഫ് എക്കോസിസ്റ്റം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഒരു ഹെക്ടറിൽ എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്, അതാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓഷ്യൻ ഉണ്ട് ഇവിടെ, ലേക്സ്, ഗ്രാസ്ലാൻഡ്സ്. മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോട്ടോണാണ്. അവിടെ ബ്രാക്കിഷ് വാട്ടറും അതുപോലെ ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറൊക്കെ മിക്സ് ആവുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഓട്ടോമാറ്റിക്കായിട്ടും പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും മാംഗ്രൂവ്സിന്. നിങ്ങൾ ഗ്രാസ്ലാൻഡ്സ് നോക്കി, ഗ്രാസ്ലാൻഡ്സ് ഈസ് ഓൾസോ പ്രൊഡക്റ്റീവ്, ബട്ട് കമ്പയർഡ് ടു ഗ്രാസ്ലാൻഡ്സ് മാംഗ്രൂവ്സ് ആർ മച്ച് മോർ പ്രൊഡക്റ്റീവ്. ലേക്സ് എടുക്കുകയാണെങ്കിൽ, ലേക്സും ഓഷ്യനും എടുക്കുകയാണ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓഷ്യൻസിൽ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ കോറൽ റീഫ്സ് ഒക്കെ ഉള്ള ചില സ്ഥലങ്ങളിൽ പ്രൊഡക്റ്റീവ് ആണെങ്കിലും ഓഷ്യൻസ് വാസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് പ്രൊഡക്റ്റീവ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റി നോക്കുമ്പോൾ ഓഷ്യനിൽ പ്രൊഡക്ടിവിറ്റി കമ്പയർ ടു മാംഗ്രൂവ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മാംഗ്രൂവ്സിനാണ് ഏറ്റവും കൂടുതൽ. ഈ 4 ഓപ്ഷനിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഓഷ്യൻസാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് ആദ്യം വേണ്ടത്. ഓഷ്യൻസ് എന്തായാലും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയും സിയും ആണുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ മാംഗ്രൂവ് ആണുള്ളത്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഗ്രാസ്ലാൻഡും ഓഷ്യനും ആണുള്ളത്. ഈ 2 ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗ്രാസ്ലാൻഡ്സ് ആർ ഓൾസോ, ഗ്രാസ്ലാൻഡ്സും ഒരു എക്കോട്ടോൺ ആണ്. ഗ്രാസ്ലാൻഡ്സ് ഈസ് ഓൾസോ കൺസിഡർ ആസ് എൻ എക്കോട്ടോൺ ആൻഡ് ഹെൻസ് ദേ ആർ ഹൈലി പ്രൊഡക്റ്റീവ്. അപ്പോൾ ഗ്രാസ്ലാൻഡ്സും ഓഷ്യനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാസ്ലാൻഡ്സ് ആണ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സ്. അത് കഴിഞ്ഞിട്ട് ലേക്സ്, അത് കഴിഞ്ഞിട്ട് ഓഷ്യൻ. സോ ഓപ്ഷൻ
സി ഈസ് എ കറക്റ്റ് ആൻസർ. 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കറായി കാമലിനെ കുറിച്ചിട്ട്. കറായി കാമൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ക്യാമലാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ന്യൂസസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിച്ച് ആർ യുണീക്ക് അബൌട്ട് കറായി കാമൽ, എ ബ്രീഡ് ഫൗണ്ട് ഇൻ ഇന്ത്യ? It is capable of swimming up to 3 kilometers in sea water. It survives by grazing on mangroves. It lives in the wild and cannot be domesticated. കറായി കാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ കച്ച് റീജിയനിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം ക്യാമലാണ് കേട്ടോ. അത് ഈ ഫോട്ടോയിൽ കാണുന്നില്ല, ഈ മാംഗ്രോവ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ ക്യാമൽസ് ഉള്ളത്. അതേപോലെ അവർ മാംഗ്രോവ്സ് ഉള്ളത് കൊണ്ട് തന്നെ സോൾട്ട് വാട്ടറിൽ ടോളറൻ്റ് ആണ്. സോൾട്ട് വാട്ടറിൽ സ്വിം ചെയ്യാനൊക്കെ കാപ്പബിലിറ്റി ഉണ്ട് കറായി കാമലിന്. അപ്പോൾ ആ സമയത്ത് ന്യൂസസിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സ്വിമ്മിങ് അപ് ടു 3 kilometers in sea water. It is true. Second statement is it survives by grazing on mangroves. അപ്പോൾ ഇത് ഈ ഫോട്ടോ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇത് മാംഗ്രോവ്സിൽ ഗ്രേസ് ചെയ്തിട്ട് തന്നെയാണ് സർവൈവ് ചെയ്യുന്നത്. ഇറ്റ് ലിവ്സ് ഇൻ ദ വൈൽഡ് ആൻഡ് കനോട്ട് ബി ഡൊമസ്റ്റിക്കേറ്റഡ്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇതൊരു ഡൊമസ്റ്റിക് വെറൈറ്റി ഓഫ് ക്യാമലാണ് കറായി ക്യാമൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 1ൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. ഇത് 3 kilometer ഒക്കെ സീ വാട്ടറിൽ സ്വിം ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ അവിടെ വെക്കട്ടെ. നിങ്ങൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നോക്കിയാൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. സോ മൂന്നാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ ഓപ്ഷൻ ബി, സി, ഡി can be taken as wrong options. So option A നോക്കുകയാണെങ്കിൽ 1 and 2 are correct. സോ അപ്പോൾ 3 kilometers റൺ സീ വാട്ടറിൽ സ്വിം ചെയ്യുന്നുള്ളത് ഓഫ് കോഴ്സ് അപ്പോൾ അത് ട്രൂ ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ മാംഗ്രോവിൻ്റെ ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ഇന്ത്യ ആസ് എ കോമ്പിനേഷൻ ഓഫ് മാംഗ്രോ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസിഡസ് ഫോറസ്റ്റ്? എവർഗ്രീൻ ഡെസിഡസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാംഗ്രോവ് കാണുന്നത് പ്രധാനമായിട്ടും ഓപ്ഷൻ ഡി, ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സിലാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് മാംഗ്രോവിനെ കുറിച്ചിട്ടും ലോകത്തിലെ ഫോറസ്റ്റിനെ കുറിച്ചിട്ടും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ദ വേൾഡ്, അതുപോലെ മാംഗ്രോവ് ഫോറസ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഒന്ന് പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കുക. മാംഗ്രോവ് ഫോറസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം, അല്ലെങ്കിൽ എത്രത്തോളം മാംഗ്രോവ് ഫോറസ്റ്റ് ഉണ്ട്. ഏകദേശം 5000 square kilometers ഓഫ് ലാൻഡിലാണ് നമ്മുടെ മാംഗ്രോവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.